എല്ലാവർക്കും നമസ്തേ. തിരുവോണനാളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. മുതുപിലാക്കാട്, കൊല്ലം ജില്ലയിലെ മുതുപിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഒരു അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തെക്കുറിച്ച്. അതിപ്രകാരമായിരുന്നു. തിരുവോണനാളിൽ അവിടെ ഒരു കൂട്ടം ഭക്തജനങ്ങൾ ചേർന്ന് ഒരു അത്തപ്പൂക്കളം ഇട്ടു. ആ അത്തപ്പൂക്കളത്തിന് അവർ വിഷയമാക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ശത്രുരാജ്യത്തിനെതിരെയുള്ള സൈനിക നടപടിയെക്കുറിച്ചായിരുന്നു. നമ്മൾക്കെല്ലാം അറിയാം ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് എന്നുള്ള കാര്യം. അതായത് പഹൽഗാം, കാശ്മീരിലെ പഹൽഗാം എന്ന പ്രദേശത്ത് വിനോദസഞ്ചാരികളായി എത്തിയ ഒരു കൂട്ടം നിരപരാധികളെ പാകിസ്ഥാൻ സർക്കാരിൻ്റെയും പട്ടാളത്തിൻ്റെയും പരിശീലനവും പിന്തുണയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു. അത് മതം നോക്കിയുള്ള കൊലപാതകമായിരുന്നു. ഇവരോട് കലിമ ചൊല്ലാൻ പറഞ്ഞ് അതറിയാത്തവരെ മുസ്ലിങ്ങൾ അല്ല എന്ന് തീർച്ചയാക്കി അമുസ്ലിങ്ങളായിട്ടുള്ളവരെയാണ് ഭാര്യയുടെ മക്കളുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നത്. ഇതിന് തിരിച്ചടിയായി ഭാരതം എന്താണ് ചെയ്തത്? ഇത്തരം തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലുള്ളത് ആക്രമിച്ച് തകർത്തു. ഒപ്പം തന്നെ പാകിസ്ഥാനിൻ്റെ തന്ത്രപ്രധാനമായ ചില സൈനിക കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കി. അതിന് കാരണം അവിടെ ഈ സൈന്യമാണ് തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നത്. അത് കാരണമാണ് നമ്മൾ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ വരെ തകർക്കാൻ കാരണമായത്. ഈ ഒരു അവസാനം പാകിസ്ഥാൻ ഇന്ത്യയോട് കാല് പിടിച്ച് സൈനിക നടപടികൾ നിർത്തിവയ്പ്പിക്കുകയാണ് ഉണ്ടായത്. അല്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഭൂമുഖത്ത് ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം സംശയമായിരുന്നു. എന്തായാലും അവരുടെ ദയനീയമായ അഭ്യർത്ഥനയെ മാനിച്ച് നമ്മൾ സൈനിക നടപടി നിർത്തിവെച്ചു. പിന്നെ അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന സിന്ധു നദീ ജല കരാർ റദ്ദാക്കി അവർക്ക് അങ്ങോട്ട് വെള്ളം കൊടുക്കാതെയായി. അങ്ങനെ അവരെ ഒരു പാഠം പഠിപ്പിച്ച് ആ ഒരു വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി അവിടെ സൈനികരുണ്ടെന്ന് പറയുന്നു. സൈനികർക്ക് എപ്പോഴും രാജ്യത്തോട് കൂടുതൽ സ്നേഹം കാണും. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഈ പാകിസ്ഥാൻ്റെ ആ ഒരു പ്രകോപനത്തിൽ അനുഭവിക്കുന്ന സൈനികർക്കാണ് കൂടുതൽ ആദ്യം തന്നെ ജീവൻ പോകുന്നത്. സൈനികരുൾപ്പെടെ ചേർന്നാണ് അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതി ഒരു പൂക്കളമിട്ടത്. ഇത് ഈ അവിടുത്തെ ക്ഷേത്രം സർക്കാർ ക്ഷേത്രമാണ്. സർക്കാർ ക്ഷേത്രങ്ങളിൽ ഉപദേശ സമിതികളുണ്ട്. ആ ഉപദേശ സമിതിയിൽ CPMൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവിശ്വാസികളായിട്ടുള്ള ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർ ക്ഷേത്രം തകർക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗമാണ് ഈ CPM എന്ന് പറയുന്നവർ. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകും എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവർ. അവരുടെ പോളിസി അതാണ് അവർ ശബരിമലയിലും പയറ്റാൻ നോക്കിയത്. ശബരിമലയിലെ ആചാരങ്ങൾ ഇല്ലാതാക്കിയാൽ ശബരിമല നശിക്കും. അങ്ങനെ ഈ ഹിന്ദുക്കൾ എന്നുള്ള ഒരു വിഭാഗത്തെ രാജ്യത്തില്ലാതാക്കാമെന്നാണ് CPM വിചാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അത്തരത്തിൽപ്പെട്ട കുറേ ആൾക്കാരും പിന്നെ കോൺഗ്രസ്സുകാരും ഈ ചേർന്നതാണ് അവിടുത്തെ ഉപദേശ സമിതി ഈ മുതുപിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ. ഇവരെല്ലാം കൂടെ ചേർന്ന് ഇത് അവരെപ്പോഴും ഇന്ത്യക്ക് എതിരായിട്ട് പാകിസ്ഥാനെ അനുകൂലിച്ചുമാണല്ലോ പല പ്രവർത്തനങ്ങളും നടത്തുന്നതും പ്രസ്താവനകളും നടത്തുന്നതും. ഇവരിതിനെ എതിർത്തു. പാകിസ്ഥാന് മേലുള്ള ഈ ഇന്ത്യയുടെ വിജയത്തെ, ഭാരതത്തിൻ്റെ വിജയത്തെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഈ ഉപദേശ സമിതിക്കാർ അതിനെതിരെ ശക്തമായി രംഗത്തെത്തി. ഈ ഓപ്പറേഷൻ സിന്ദൂർ വിജയം ത്തിന് പ്രതീകമായി അതിനെ വിഷയമാക്കി പ്രമേയമാക്കി ഈ ഇട്ടിരിക്കുന്ന ഈ പൂക്കളം അവിടെ നിന്ന് മാറ്റണം എന്ന് അവരാവശ്യപ്പെട്ടു. അതിന് ഈ വിശ്വാസികൾ വഴങ്ങാതെ വന്നപ്പോൾ അവർ പോലീസിൻ്റെ സഹായം തേടി. പോലീസുകാരവിടെ എത്തി. പോലീസുകാരെ നമുക്കറിയാമല്ലോ, ഒരുപാട് പേര്
ഈ നമ്മുടെ ഭാരതവിരുദ്ധരായിട്ടുള്ള പോലീസ്, അതായത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർ പോലീസിലുമുണ്ട്. അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലീസിനെ വരെ ഈ രാഷ്ട്രീയവൽക്കരിച്ച് ഭാരതവിരുദ്ധരാക്കി വെച്ചിരിക്കുകയാണ് നല്ലൊരു ശതമാനം പോലീസുകാരെ അവിടെ വിട്ടിട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾ ഈ പൂക്കളം മാറ്റണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, മാറ്റിയില്ലെങ്കിൽ കേസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് പോലീസും ഭീഷണിപ്പെടുത്തി. എന്തായാലും രാജ്യസ്നേഹികളായിട്ടുള്ള ആ ചെറുപ്പക്കാർ അതിന് തയ്യാറായില്ല. ഈ പൂക്കളം വിട്ടവർ തയ്യാറായില്ല. അവർ ഇതും മാറ്റിയില്ല. അത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് വിശദമായിട്ട് അറിയത്തില്ല. പോലീസുകാരത് നശിപ്പിച്ചോ എന്നുള്ള കാര്യം, അല്ലെ ഉപദേശ സമിതിക്കാരത് നശിപ്പിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പോലീസുകാരുമായിട്ടും ഉപദേശ സമിതിക്കാരുമായിട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നത് ജനം ടി വി ചാനൽ കൂടി കാണുകയുണ്ടായി. മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഈ പൂക്കളം ഇട്ടതിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഒരു സൈനികൻ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്താ കഥ? നമ്മുടെ രാജ്യത്ത് ദേശസ്നേഹത്തെ പ്രമേയമാക്കി ഒരു അത്തപ്പൂക്കളം ഇട്ടാൽ, അല്ലെ ദേശസ്നേഹം പ്രമേയമാക്കി എന്തെങ്കിലും ഒരു പരിപാടി നടത്തിയാൽ അതിനെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത് ഈ ഭാരത രാജ്യത്ത് സംഭവിക്കാൻ പാടുള്ളതാണോ? നമുക്ക് വേണ്ടത് ദേശസ്നേഹമല്ലേ? അതിനെതിരെ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സത്യത്തിൽ ഇന്ത്യയിൽ നിരോധിക്കുകയാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന വേറെ രാജ്യത്താണ് ഇത് സംഭവിക്കുകയില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തെ CPM-നെ ഇന്ത്യയിൽ നിരോധിച്ച് ഇതിൻ്റെ നേതാക്കന്മാരെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേശസ്നേഹം എന്താണെന്ന് പഠിപ്പിക്കാനാണ് ആദ്യം കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടത്. ഇവന്മാരിൽ ദേശസ്നേഹം ഉണ്ടാക്കാൻ, ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ദേശസ്നേഹമാണ് പരമപ്രധാനമായി വേണ്ടത് എന്നുള്ള കാര്യം പഠിപ്പിക്കാനാണ് സത്യത്തിൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടത്. അതിന് പകരം ഈ അങ്ങനെയുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചാൽ ചിലപ്പോൾ കോടതിയിൽ നിന്ന് എതിർപ്പ് വരും. അത് പാടില്ല, നിങ്ങൾ അവരെ ദേശസ്നേഹം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ കോടതിയിൽ പോയാൽ ചിലപ്പോൾ അനുകൂലമായ വിധി ഉണ്ടാകുമായിരിക്കും. എന്നിരിക്കെ കൂടി സത്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ജനങ്ങളുടെ ഇടയ്ക്ക്, ഇന്ത്യ മൊത്തത്തിലുള്ള ജനങ്ങളുടെ ഇടയ്ക്ക് ചർച്ചയാകാനൊരു വഴിയുണ്ടാകും. ഈ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ദേശവിരുദ്ധരായിട്ടുള്ളവരെ ദേശസ്നേഹം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ബോധ്യം ഭാരതത്തിലെ ജനങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. CPM നേതാക്കന്മാരെ എല്ലാത്തിനെയും പിടിച്ചുകൊണ്ടുപോയി ദേശസ്നേഹം പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ വലിയ ഭവിഷ്യത്തുണ്ടാകും. ദേശസ്നേഹികളായിട്ടുള്ള സൈനികരുൾപ്പെടെയുള്ളവർക്കെതിരെ ഇത്തരക്കാർ ഭരണത്തിൽ ഇരിക്കുമ്പോൾ കേസെടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായി. ഇപ്പോൾ തന്നെ ആ 10-20 പേരിൽ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ദേശസ്നേഹത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് അവർക്കൊരു തൊഴിൽ പോലും കിട്ടാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കേസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് എടുത്തിരിക്കുന്ന കേസ്. രാജ്യസ്നേഹം പ്രകടിപ്പിച്ചാൽ അത് കലാപം ഉണ്ടാക്കുക എന്നാണോ അതിനർത്ഥം? ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന കാര്യമാണ് ദേശസ്നേഹം എവിടെയെങ്കിലും പ്രകടിപ്പിച്ചാൽ അത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുക. അതായത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ദേശസ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല, ദേശസ്നേഹം വളർത്തുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട്. അതനുസരിച്ച് കമ്മ്യൂണിസ്റ്റുകളെന്ന് പറഞ്ഞാൽ തന്നെ ദേശവിരുദ്ധരാണ്, ഭാരതവിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ് ഈ കൂട്ടർ. അവർ ഇതേപോലെ രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്നവരെ കേസിൽ കുടുക്കി അവരുടെ ഭാവി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എതിർക്കേണ്ടതിന് പകരം, ഇത്തരം നടപടികളെ എതിർക്കേണ്ടതിന് പകരം എല്ലാം സഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യത്തെ ഏതെങ്കിലും ഒരു കോണിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ, രാജ്യസ്നേഹത്തിനെതിരായിട്ട് ഒരു നടപടി ഉണ്ടായാൽ, അല്ലെങ്കിൽ രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്നവർക്കെതിരെ ഒരു പോലീസ് കേസുണ്ടായാൽ അതിനെ ശക്തിയുക്തം എതിർക്കാൻ എന്തുകൊണ്ട് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ശ്രമിക്കുന്നില്ല?
ഇത് ഇന്ത്യ മൊത്തത്തിലൊരു പ്രചരണമാക്കി എടുക്കണ്ടേ? ഇത് ഇന്ത്യയിലെ ബാക്കിയുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും മുന്നിലെത്തിക്കേണ്ട ഒരു സംഭവമാണ് ഈ മുതുവിലാക്കാട് നടന്നിരിക്കുന്നത്. കോൺഗ്രസും CPM-ഉം ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം രാജ്യസ്നേഹത്തിനും രാജ്യത്തിനും എതിരാണ് എന്നുള്ള കാര്യം ഭാരതത്തിലെ എല്ലാ ജനങ്ങളിലും എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ കേസിനെ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് ചെയ്യേണ്ടത്. അതിന് തയ്യാറാകാതെ ഈ ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ TV-യിലോ അല്ലെ വന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ പത്രങ്ങളുടെ കാര്യം നമുക്കറിയാം. അവരിത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ കേരളത്തിലെ പത്രധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്നുള്ള കാര്യം അത് ചിലർക്ക് വേണ്ടി മാത്രമായിട്ട് ചുരുക്കി വെച്ചിരിക്കുകയാണ്. ചിലർക്ക് വേണ്ടി മാത്രമെന്ന് പറഞ്ഞാൽ CPM-കാർക്കും കോൺഗ്രസിനും അനുകൂലമായിട്ടാണ് ഈ കേരളത്തിൽ ഇപ്പോൾ പത്രധർമ്മം എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ ആ പത്രധർമ്മം എന്ന് പറയുന്ന കാര്യം ബാധകമായിരിക്കുന്നത്. അത് ദേശസ്നേഹികൾക്കോ അല്ലെങ്കിൽ RSS BJP കാര്യവുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോഴോ പത്രധർമ്മം എന്നുള്ള ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മുടെ രാജ്യത്തെ പത്രധർമ്മം, അതാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് മനസ്സിലാക്കി ഈ നമ്മുടെ ദേശസ്നേഹികളും രാജ്യത്തെ നെഞ്ചോട് ചേർത്ത് ചങ്കിൽ കൊണ്ട് നടക്കുന്നവരുമായിട്ടുള്ള ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ക്ഷേത്രങ്ങൾ ആധ്യാത്മിക കേന്ദ്രങ്ങളാണ്. ഓണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് വാമന ജയന്തി, മഹാബലി തമ്പുരാൻ കേരളത്തിൽ പ്രജകളെ കാണാൻ വരുന്നത് ആ ഒരു വിശ്വാസം അനുസരിച്ച് മഹാബലി എന്ന് പറയുന്ന ആ ഭഗവാന്റെ അവതാരം ഈ നീതിമാനായ ഈ മഹാബലി തമ്പുരാനെ ഈ സുതലം എന്ന സ്വർഗത്തേക്കാൾ സുന്ദരമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് അവിടെ മഹാബലി തമ്പുരാനെ അയക്കുകയും ഭഗവാൻ തന്നെ ഈ മഹാബലി തമ്പുരാന് കാവലായി നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. എങ്കിലും തൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ആ ഒരു സുദിനമാണ് തിരുവോണം. ആ തിരുവോണ നാളിൽ ദേശസ്നേഹം ദ്യോതിപ്പിക്കുന്ന ഒരു അത്തപ്പൂക്കളമിട്ടതിന് എതിരെ ആ വിശ്വാസികൾക്ക് എതിരെ കേസെടുത്ത് അവരെ പീഡിപ്പിക്കുന്ന, അതായത് ദ്രോഹിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയെ അല്ലെ പോലീസിൻ്റെ നടപടിയെ വേണ്ട വിധത്തിൽ പത്രങ്ങൾ ജനങ്ങളിൽ എത്തിക്കാതെ ഇതിനെ നിസ്സാരവൽക്കരിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് നടന്നാലും, ക്ഷേത്രങ്ങളിൽ എന്ത് നടന്നാലും പത്രധർമ്മം ക്ഷേത്രവിരുദ്ധമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവർ ചെയ്യേണ്ടത് എന്താണ്? ഈ ക്ഷേത്രങ്ങളെ സർക്കാരിൻ്റെ കരാളഹസ്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ശക്തമായ പ്രവർത്തനം നടത്തുകയാണ് വേണ്ടത്. കേന്ദ്ര സർക്കാർ ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്ന് ക്ഷേത്രങ്ങളെ സർക്കാരിൻ്റെ അധീനതയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഉള്ള പ്രവർത്തനമാണ് വിശ്വാസികളായ ഹൈന്ദവർ ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ ഒരു പാരമ്പര്യമാണ്. ഈ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഹൈന്ദവ സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹൈന്ദവ സംസ്കാരം എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. നമുക്കറിയാം ഈ ഇസ്ലാം പറയുന്നത് അള്ളാഹു എന്ന ഒരു ഏക ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ലഭിക്കുന്ന നരകമാണെന്ന്. ക്രിസ്തുമതം അതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. അവർ പറയുന്നത്, യേശുക്രിസ്തു പറയുന്നുണ്ട് അത്രേ, എൻ്റെ കൃപ നിനക്ക് മതി. നമ്മൾ വാഹനങ്ങളിലും എല്ലാം കാണാറ്, ചില വീടുകളുടെ മുന്നിലോ കാണാറുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. അതായത് ദൈവമായ എൻ്റെ കൃപ, നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിനക്ക് മാത്രം മതി, മറ്റുള്ളവർക്ക് വേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള പദങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പം അവരൊക്കെ പറയുന്നത് അതാത് ദൈവങ്ങളെ വിശ്വസിച്ചില്ല നരകമാണ്, ഈ യേശുക്രിസ്തുവിനിൽ വിശ്വസിച്ചില്ലേൽ നരകാഗ്നിയിലിട്ട് നമ്മളെ ദഹിപ്പിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഹിന്ദുമതം പറയുന്നത് എന്താണ്? നീ ഏത് മോക്ഷത്തിലേക്കുള്ള മാർഗം ഏതാണോ, നീ ഏത്
ദൈവത്തെ ആരാധിക്കുന്നത്, അത് ദൈവമാണെന്ന് ആരാധിച്ചാൽ അത് നിനക്ക് മോക്ഷം നൽകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ എല്ലാ ധർമ്മങ്ങളെയും എല്ലാ മതവിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു ധർമ്മമാണ് ഈ ഹിന്ദുധർമ്മം അല്ലെ സനാതനധർമ്മം. അങ്ങനെയുള്ള സനാതനധർമ്മത്തിൻ്റെ ഒരു ആരാധനാലയത്തിൽ ഹൈന്ദവ ക്ഷേത്രത്തിൽ ഇത്തരം തോന്നിയവാസങ്ങൾ നടക്കുന്നത് ഇതെല്ലാം സർക്കാരിൻ്റെ അധീനതയിൽ ആയതുകൊണ്ട് മാത്രമാണ്. വിശ്വാസികളാണ് ക്ഷേത്രം ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിശ്വാസികൾക്കെതിരായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുക ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഈ ക്ഷേത്രങ്ങളെല്ലാം ഈ അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്നതിൽ അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ്സുകാരുടെ കൈകളിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ ശക്തമായി പ്രതികരിക്കേണ്ട സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾക്ക് ഒരുപാട് സംഘടനകളുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, RSS ഉണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്, ബജരംഗദളുണ്ട്, ഇതേപോലെ ഒരുപാട് സംഘടനകൾ നമ്മൾക്കുണ്ട്. അതിന് ഒപ്പം തന്നെ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഉണ്ട്. അവരാണ് രാജ്യം ഭരിക്കുന്നത്. തീർച്ചയായും ഈ ഇത്തരം കാര്യങ്ങൾ അതിന് ആദ്യ പരിഗണന നൽകി ക്ഷേത്രങ്ങളെ ഇത്തരം അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമമാണ് പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്ന് തന്നെ അതിനുള്ള നിയമമാക്കി ഇത്തരം ക്ഷേത്രങ്ങളെ ഈ രാജ്യമെമ്പാടുമുള്ള ഇതുപോലുള്ള അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും പരമമായിട്ട് ചെയ്യേണ്ടത് 2-3 പ്രദേശങ്ങളിലാണ്. അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന എന്നീ പ്രദേശങ്ങളിലെ മഹാക്ഷേത്രങ്ങൾ വിശ്വാസികൾ ഭരിക്കുന്ന രീതിയിൽ നിയമം മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ആന്ധ്രാപ്രദേശിലെ പറയാൻ കാരണം ജഗൻമോഹൻ റെഡ്ഡിയെ പോലുള്ള ഈ ഹിന്ദു വിരുദ്ധരായിട്ടുള്ള നേതാക്കൾ മുഖ്യമന്ത്രിമാരായാൽ അവിടെ അവർ ക്രിസ്തുമതത്തിൽ പെട്ടവരെയാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട്, അതായത് ക്ഷേത്രം തകർക്കണം എന്ന് പറഞ്ഞ് മതപ്രചരണം നടത്തുന്ന ക്രിസ്തുമത വിശ്വാസികളെ വരെയാണ് അവിടെ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ടും മറ്റ് ഉദ്യോഗസ്ഥരായിട്ടും നിയമിക്കാറുള്ളത്. ചന്ദ്രബാബു നായിഡുവിൻ്റെ സമയത്താണ് അത്തരക്കാരെ ഒരുപാട് പേരെ അതിൽ നിന്ന് പുറത്താക്കിയത്. ഇത് സംഭവിക്കാതിരിക്കാൻ ക്ഷേത്രങ്ങളെ വിശ്വാസികളെ ഏൽപ്പിക്കുന്ന നിയമമാണ് നിർമ്മിക്കേണ്ടത്. ക്ഷേത്രങ്ങളെ അവിശ്വാസികളിൽ നിന്ന് മോചിപ്പിക്കാൻ ഉള്ള നിയമം എത്രയും പെട്ടെന്ന് ഭാരതത്തിൽ അത് പാസ്സാക്കിയെടുത്ത് അത് നടപ്പാക്കണം എന്നുള്ളതാണ് വിശ്വാസികളുടെ ആവശ്യവും. അവർ അതിനായിട്ടാണ് നിലകൊള്ളുന്നത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.